ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഹാപ്പി ഓണം എല്ലാവർക്കും ഞാൻ നേരുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, നമുക്കറിയാം നമ്മുടെ ഫ്യൂവൽ സെഗ്മെൻറ്റ്സ് ഒക്കെ വരുന്ന പോലെ പെട്രോൾ, ഡീസൽ, CNG ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ ഫെമിലിയറാണ്. അതായത് ഡീസൽ പൊതുവേ നമ്മളെല്ലാം യൂസ് ചെയ്യുന്നതാണ്, പെട്രോൾ അതും കോമൺ ആണ്, CNG അതും ഇപ്പം നല്ല രീതിക്ക് കോമൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ട്, LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ ഈ LPG ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പുറകോട്ട് മാറി നിൽക്കുകയാണ്. LPG ഇപ്പോൾ അങ്ങനെ അധികം ആരും വാഹനത്തിൽ യൂസ് ചെയ്യുന്നില്ല. പഴയ മോഡൽ വാഹനങ്ങളല്ലാതെ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മോഡൽ വാഹനങ്ങളെല്ലാം വരുന്നത് CNG തന്നെയാണ്. കാരണം LPG ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെയിൻ്റെനൻസിന് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ പാർട്സ് കിട്ടാനില്ല, പാർട്സിൻ്റെ ഡാമേജസ് പെട്ടെന്ന് കൂടുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും LPG കുറച്ചൊന്ന് പുറകോട്ട് മാറി ഇപ്പോൾ CNG ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടാങ്കർ ലോറിയിൽ കണ്ടൊരു കാര്യമാണ് LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ CNGയും LNGയും തമ്മിൽ എന്താണ് വ്യത്യാസം? എൻ്റെ മനസ്സിൽ എനിക്ക് നോർമലായിട്ട് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നും കൂടെ തോന്നിയൊരു കാര്യമാണ് LNG. കാരണം എല്ലാവരും CNGയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. കാരണം ഈ ലിക്വിഫൈഡ് പെട്രോളിയം അല്ലെങ്കിൽ LPGയും CNGയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, LPG നമുക്ക് കംപ്രസ് ചെയ്യാൻ സാധിക്കും. വളരെ ഇതായിട്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡ് ആകുകയും ചെയ്യും. അതിന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ചെറിയൊരു സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റോറേജ് ടാങ്കിനകത്ത് തന്നെ അത്യാവശ്യം നല്ലൊരു വോളിയം കൊള്ളുന്നതായിരിക്കും. പക്ഷേ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലോട്ട് വരുമ്പോൾ അഥവാ CNGയിലോട്ട് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അതിന് നമുക്ക് കംപ്രസ് ചെയ്താലും അത് ലിക്വിഡ് ഫോമിലാകത്തില്ല, കംപ്രസ്ഡ് ഫോമിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് വലിയ ടാങ്ക് വേണ്ടി വരും. വലിയ ടാങ്കിനകത്ത് നമുക്ക് വോളിയം എത്രത്തോളം വോളിയം കൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്യാസ് ഫോമിൽ തന്നെ ഫില്ലായിരിക്കുന്നുള്ളതുകൊണ്ട് വലിയൊരു വോളിയം നമുക്ക് അതിനകത്ത് നിറയ്ക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറ്റാൻ, അല്ലെങ്കിൽ ഈ CNG ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി വലിയ ലോറീസൊക്കെ ആണെങ്കിൽ പോലും നമുക്കത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വോളിയം മാത്രം അല്ലെങ്കിൽ കുറച്ചൊരു എമൗണ്ട് മാത്രമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ വലിയൊരു നഷ്ടത്തിലോട്ട് വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ കംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി, കംപ്രസിങ് നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചെറുതാക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, -126.6 ഡിഗ്രി സെൽഷ്യസ്, അതായത് മൈനസ് അല്ലെങ്കിൽ 0 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടർ ഐസ് ആവും നമുക്കറിയാം. അതായത് പണ്ട് തൊട്ടേ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, 0 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ഐസ് ആകുന്നു. അപ്പോൾ അതുപോലെ തന്നെ -126.6 ഡിഗ്രി സെൽഷ്യസിൽ ഇതിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ലിക്വിഡ് ഫോമിലോട്ട് വരും. അതായത് CNG ലിക്വിഡ് ഫോമിലോട്ട് വരും. അങ്ങനെ ഈ പറയുന്ന CNGനെ ലിക്വിഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വോളിയം അതിനകത്ത് കൊള്ളുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് LNG അഥവാ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിനെ ഈ ഒരു പരുവത്തിലോട്ട്, അതായത് CNGനെ LNGയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. LNG കൊണ്ട് ഓടുന്ന വാഹനങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നില്ല അവൈലബിൾ ആയിട്ടുണ്ടെന്ന്. പക്ഷേ ട്രക്കും കാര്യങ്ങളൊക്കെ LNG യൂസ് ചെയ്ത്, ബട്ട് LNG എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫില്ലിംഗ് ടാങ്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ റിജിഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാകരുത്, LNG എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അത് ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട് -126.6 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ മാത്രം സാധിക്കത്തുള്ളൂ. ഇതിനെ ട്രാൻസ്പോർട്ടേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ശരിക്കും ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം.